ഹായ് വിജയകുമാർ. സ്റ്റണ്ട് തുടങ്ങാൻ നേരമായി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ സ്റ്റണ്ട് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. സ്റ്റണ്ടിന് നേരമാകുന്നു. അതിലൊരു മുഹൂർത്തം വേണ്ടോ? മുഹൂർത്തം ഇല്ല, പക്ഷേ കേരളത്തിൽ ആ സ്റ്റണ്ട് അതിന്റെ പാരമ്യതയിൽ എത്തുകയാണ്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. എനിക്കൊന്ന് ഏകദേശം ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ മിക്കവാറും പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രധാനപ്പെട്ട സ്ഥലം, പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ രാഹുൽ ഗാന്ധി ഇന്ന് വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. നാളെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. പക്ഷേ സ്റ്റണ്ട് കടുക്കും അല്ലേ? നമ്മൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ സ്റ്റണ്ട് ആരംഭിക്കുന്നു. നമുക്ക് ഇത്തിരി പഴയ കാലത്തിലേക്ക് പോയാലോ വിജയകുമാർ? പുതിയ കാലത്തിലേക്ക് വരണമെങ്കിൽ പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കണം. ഈ അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഒരു കാച്ചു കാച്ചി അല്ലേ? ചുരുക്കമായി ഇപ്പോ ഡോക്ടർ ശശി തരൂരിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് ബി.ജെ.പിയും യു.ഡി.എഫും തമ്മിലാണ്. എൻ.ഡി.എയും യു.ഡി.എഫും തമ്മിലാണ്. എൽ.ഡി.എഫ് ആ ഏരിയയിൽ എങ്ങും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞത് സൂപ്പറായി അല്ലേ? അപ്പൊ ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് എന്തായിരിക്കും വിജയകുമാർ? ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മണ്ഡലത്തിലെ ചില വോട്ട് ബാങ്കുകളെ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സമയത്ത് അത്തരം ഒരു പ്രസ്താവന നടത്തിയത്? എന്തെങ്കിലും ആശങ്കയോ ആശയക്കുഴപ്പവും അദ്ദേഹത്തിനുണ്ടോ എന്നൊരു സംശയം കൂടി. എൽ.ഡി.എഫിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയാണ്. ഇന്നൊരു അന്ധകരണം കൂടി പറഞ്ഞു. അതായത് പന്ന്യൻ രവീന്ദ്രന്റെ സാന്നിധ്യമേ അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പന്ന്യൻ രവീന്ദ്രനെ കാണാൻ പോയിട്ടുണ്ട്. വൈകാതെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഡോക്ടർ ശശി തരൂർ സാധാരണ മുറിവേൽപ്പിക്കാത്ത അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. ഇത്തവണ അദ്ദേഹം അല്ലേ ഒരു സ്കഡ് മിസൈൽ പോലെ ഒരു സാധനം തട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇലക്ഷൻ ഹോട്ട്, ആ ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് അതിലേക്ക് പോയാലോ? ഇലക്ഷൻ ഹോട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ മത്സരം കടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് ഡോക്ടർ തരൂരിൻ്റെതായി വന്ന പ്രസ്താവന. മത്സരം യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണെന്ന നിലപാടിലൂടെ അദ്ദേഹം കണ്ണുവയ്ക്കുന്നത് ഇടത് വോട്ടുകളിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ യു.ഡി.എഫിന്റെ പ്രധാന എതിരാളി എൽ.ഡി.എഫ് എന്നായിരുന്നു ഡോക്ടർ തരൂർ പറഞ്ഞത്. ഇപ്പൊ അഭിപ്രായം മാറിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെ നടത്തിയ ഈ പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിയെയാണ്. പഴയ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രയോഗിച്ച അതേ ആയുധമാണ് ഇപ്പോൾ ശശി തരൂരും പ്രയോഗിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികളും ശക്തമായ മത്സരത്തിലാണ്. സീറ്റ് നിലനിർത്താൻ യു.ഡി.എഫും പിടിച്ചെടുക്കാൻ ബി.ജെ.പിയും എൽ.ഡി.എഫും ഓരോ ദിവസവും പുതിയ തന്ത്രങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇതിനിടയിലാണ് പ്രധാന എതിരാളിയെ സംബന്ധിച്ച ശശി തരൂരിന്റെ നിലപാട് മാറ്റം. അരുവിക്കരയിൽ ജി കാർത്തികേയൻ അന്തരിച്ചതിനു ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് മകൻ കെ.എസ്. ശബരിനാഥനെ യു.ഡി.എഫ് കളത്തിലിറക്കിയപ്പോൾ എൽ.ഡി.എഫിന് വേണ്ടി മുൻ സ്പീക്കർ എം. വിജയകുമാർ, ബി.ജെ.പിക്കായി ഒ. രാജഗോപാലും. അന്നാണ് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത് മത്സരം യു.ഡി.എഫും ബി.ജെ.പിയും തമ്മിലാണെന്ന്. സമാനമാണ് തിരുവനന്തപുരത്തെ സാഹചര്യവും. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പന്ന്യൻ രവീന്ദ്രൻ എന്ന മുൻ എം.പിയെ തന്നെയാണ് CPI മത്സരിപ്പിക്കുന്നത്. ആ മത്സരത്തിൽ ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് ഏത് വോട്ട് ലക്ഷ്യം വെച്ചെന്ന് പകൽ പോലെ വ്യക്തം. ത്രികോണ മത്സരം അല്ലാന്ന് പറയില്ല, പക്ഷേ 2019 നമ്മൾ കണ്ടുപോലെയും വേറെ രീതിയിൽ 2014 കണ്ടുപോലെയും 2 പാർട്ടികളാണ് കുറച്ചും കൂടി കൂടുതൽ മത്സരത്തിൽ മുന്നോട്ട് എന്ന് കാണുന്നു. അതിൽ ഞങ്ങൾ തന്നെ മുന്നോട്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ രണ്ടാമത്തെ സ്ഥാനത്തിൽ എല്ലാവരുടെയും കാണുന്നത് ബി.ജെ.പി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവരാണ് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധ വെക്കേണ്ടത്. എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി കണക്കാക്കുന്ന തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി തന്നെ മത്സരിക്കുമ്പോൾ ബി.ജെ.പിയും വിജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല. എൽ.ഡി.എഫ് ആകട്ടെ കഴിഞ്ഞ 2 തവണ 3ാം സ്ഥാനത്തെത്തിയ ആഘാതം മറികടക്കാനുള്ള പരിശ്രമത്തിലുമാണ്. ഇതെല്ലാം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരിനെ സംസ്ഥാന തലത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ഇതിനിടയിലാണ് പ്രധാന എതിരാളിയെ സംബന്ധിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രസ്താവന കൂടുതൽ ചർച്ചകൾക്കിടയാക്കുന്നത്. മത്സരം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണെന്നായിരുന്നു തരൂരിന്റെ ആദ്യ പ്രസ്താവന. പിന്നീടിത് ത്രികോണ മത്സരമെന്ന നിലപാടിലേക്ക് മാറി. എന്നാൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമാണ് നിലപാട് മാറ്റിയത്. കഴിഞ്ഞ 2 തവണയും വിജയിക്കുമെന്ന പ്രതീതി ബി.ജെ.പി സൃഷ്ടിച്ചിരുന്നു. ഇത് എൽ.ഡി.എഫിൽ നിന്ന് വോട്ട് യു.ഡി.എഫിന് ലഭിക്കാൻ ഇടയാക്കിയെന്ന് നിരീക്ഷകർ കരുതുന്നു. വോട്ട് യു.ഡി.എഫിലേക്ക് പോയെന്ന് ഇടതുമുന്നണിയും വിലയിരുത്തിയിരുന്നു. ഇത്തവണയും പ്രധാന എതിരാളി പ്രചാരണത്തിലൂടെ
UDF ലക്ഷ്യമിടുന്നത് ഇടത് വോട്ടുകളാണെന്ന് വ്യക്തം. BJPയും പ്രധാന എതിരാളിയായി കണക്കാക്കുന്നത് UDFനെയാണ്. അരുവിക്കരയിൽ പയറ്റിയ അതേ തന്ത്രം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി ആവർത്തിച്ചിരുന്നു. BJP ശക്തമായ മണ്ഡലങ്ങളിലെല്ലാം മത്സരം UDFുമായാണെന്നായിരുന്നു പ്രസ്താവന. വയനാട്ടിൽ മത്സരം UDFും BJPയും തമ്മിലാണെന്ന് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. പ്രചാരണം കൊഴുക്കുന്നതോടെ ഇനി ചൂടുപിടിക്കുക ഓരോ മണ്ഡലത്തിലെയും മുഖ്യ എതിരാളി പരാമർശങ്ങൾ തന്നെയായിരിക്കും. ഓരോ ദിവസവും തന്ത്രങ്ങളും നിലപാടുകളും മാറ്റുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തലസ്ഥാന മണ്ഡലത്തിലെ വിജയം മുന്നണികളുടെ അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിലപാടുകളിലെ മാറ്റം പ്രതീക്ഷിക്കാം. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. വിജയകുമാർ, ഇത്തരമൊരു പ്രസ്താവന തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിരുന്നു. അതെ അതെ. അപ്പൊ ഇതൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കില്ലേ? ഇതുവരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും പന്നിൻ രവീന്ദ്രൻ തന്റെ മുഖ്യ എതിരാളി BJP ആണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. LDFും UDFും തമ്മിലാണ് മത്സരം, BJP ചിത്രത്തിലില്ല എന്നതാണ് പന്നിൻ രവീന്ദ്രൻ ഏറ്റവും ഒടുവിലും അദ്ദേഹത്തിന്റേതായ ഒരു പ്രസ്താവന കാണിച്ചില്ല. തരൂരിന്റേത് വളരെ തന്ത്രപരമായ നീക്കമാണ്. അതെ അതെ അതെ, വോട്ട് ലക്ഷ്യം വെച്ച് തന്നെയാണ്. അത് ക്രോസ് വോട്ടിംഗ് അടക്കം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ കാണേണ്ടത് അവിടെ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നത് ശശി തരൂർ വിലയിരുത്തുന്നു എന്ന് തന്നെയാണ്. അതാണ് അതിലൊരു സ്വതന്ത്ര നിരീക്ഷണം. അതാണ് അങ്ങനെ തന്നെ ആയിരിക്കും അത് സംഭവിക്കാൻ സാധ്യത. എന്തായാലും എല്ലാ മണ്ഡലത്തിലേക്കും നമ്മളൊരു പുതിയ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ സ്ഥാനാർത്ഥിക്കൊപ്പം. നമ്മൾ ഈ പുതിയ യാത്ര തുടങ്ങുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയുമുള്ള നമ്മുടെ മണ്ഡല പരിചയം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസം മുതൽ ഈ ദിവസം മുതൽ ഈ സ്ഥാനാർത്ഥികളിലേക്ക് ഇറങ്ങുകയാണ്. നല്ല കാര്യം. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യം 2 MP നേർക്കുനേർ പോരാടുന്ന ആ മണ്ഡലത്തിലേക്കാണ്. NDAക്ക് വേണ്ടി സംസ്ഥാനത്തെ തലയെടുപ്പുള്ള നേതാവും അവിടെ മത്സരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. കോഴിക്കോട് മണ്ഡലത്തിലെ മത്സരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ മത്സരം ഒട്ടും അനായാസമല്ല 3 പേർക്കും. വെയിൽ ഉച്ചയിൽ എത്തുന്നതിന് മുമ്പ് വിശ്രമിക്കണം എന്ന് ആഗ്രഹിച്ചാണ് 3 പേരും പ്രചാരണത്തിന് എപ്പോഴും ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാം, കനത്ത ചൂടാണ് കേരളത്തിൽ. അത് പക്ഷേ ഒരിക്കലും സാധിക്കാറില്ല എന്നാണ് വസ്തുത. കേൾക്കാം അവരുടെ പ്രചാരണ സംഭാഷണങ്ങൾ, ഒന്ന് ചെവിയോർക്കാം. അസാധ്യ രുചി, അതുല്യ സ്നേഹം, പിന്നെ തേനൂറും വർത്തമാനവും, ഇത് 3ഉം ചേർന്നാൽ കോഴിക്കോടായി. മത്സരച്ചൂടും വെയിലും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും മനം കുളിർപ്പിക്കും വോട്ട് ചോദിച്ചു വരുന്നവരുടെ സംഭാഷണങ്ങൾ. ഇന്ന് നമ്മളത് കേൾക്കാൻ ഇറങ്ങുകയാണ്. പോന്നോളിൻ. ഉച്ചയ്ക്ക് മുമ്പ് ഓഫീസിൽ കയറണമെന്നു കരുതും, ഇല്ലെങ്കിൽ വീട്ടിൽ. എവിടെ നടക്കാൻ? രാവിലെ ഇറങ്ങിയാൽ വെട്ടം മങ്ങും വരെ ആൾക്കൂട്ട നടുവിൽ തന്നെ. ഇത് UDF സ്ഥാനാർത്ഥി MK രാഘവനെ പോലെ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിനും NDA സ്ഥാനാർത്ഥി MT രമേശിനും പക്ഷേ പ്രശ്നമുള്ള കാര്യമല്ല. ഓർക്കണേ പ്രിയ സോദരേ, ഇതാ സ്ഥാനാർത്ഥി രാഘവൻ വന്നേ, ചിഹ്നമിതാ കൈപ്പത്തി തന്നെ. 3 വട്ടം ജയിപ്പിച്ച കോഴിക്കോട് 4ാമതും ജയിപ്പിക്കാതിരിക്കുമോ? മണ്ഡലത്തിന്റെ കൽവിൽ തൊട്ട് MK രാഘവൻ ചോദിക്കുന്നു. കണ്ണൂർക്കാരനായ രാഘവേട്ടനെ 15 വർഷം മുമ്പ് ഇതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി കൂടെ കൂട്ടിയതാണ് കോഴിക്കോട്ടുകാർ. ഇത്തവണയും കോഴിക്കോട്ടുകാർ കൂടെ ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് രാഘവേട്ടൻ. എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ? ദേശീയ രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നൊരു ഫാസിസ്റ്റ് ഭരണ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഭരണം താഴെയിറക്കാനും ജനാധിപത്യ മതേതര ഭരണം സ്ഥാപിക്കാനുമുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുള്ളത്. അതിന് പിന്തുണക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വർണ്ണാഭമായ പരിപാടികളാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഒരുക്കുന്നത്. കട്ടൗട്ടുകളും ബാൻഡ് മേളവും മുത്തുകുടകളുമായാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. എളമരം കരീം 3ാം ഘട്ട പ്രചാരണത്തിലാണ് ഇപ്പോൾ. മണ്ഡലം കോഴിക്കോടി മനസ്സു പഠിച്ചൊരു നായകൻ വന്നേ, LDF സാരഥിയായി എളമരം കരീം മുന്നിലണഞ്ഞ്. 7 മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ 6ഇടത്തും LDF ആണ് എന്നതിലാണ് പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ 2019 ആവർത്തിക്കരുതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിലൊരു വാശിയുണ്ട്. അതിൻ്റെ പ്രകടനമാണ് ഈ കാണുന്നത്. ചോറുണ്ടാക്കേണ്ട സമയം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് അതൊക്കെ നിർത്തിവെച്ച് ഈ സ്ത്രീ സഖാക്കളെല്ലാം ഇവിടെ ആവേശത്തോട് ഒത്തുചേർന്ന് ഒന്ന് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അത് സഹിക്കാൻ പറ്റാതെയായിട്ടുണ്ട്. പിന്നെ ദേശീയ രാഷ്ട്രീയ നയങ്ങൾ, കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന തോന്നൽ, ഇതെല്ലാം വെച്ചാണ് അവർ ഈ നിലപാടെടുക്കുന്നത്.
പാർലമെൻറ്റിൽ എന്ത് ചെയ്തു എന്നുള്ളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞങ്ങളുടെ പേരടിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇളമരം കരീം MP രാജ്യസഭ, എല്ലാ കാര്യം കിട്ടും. അതുപോലെ മറ്റൊന്നും ചെയ്തു നോക്കൂ, ഞാൻ പറയേണ്ട കാര്യമല്ല. NDA സ്ഥാനാർത്ഥി MT രമേശും ഓരോ വോട്ടർക്കും സുപരിചിതൻ. കോഴിക്കോടിൻ മണ്ണ് നിനച്ചൊരു ചിഹ്നം താമരയാ, വന്നണഞ്ഞിത MT രമേശ് നമ്മിൽ സാരഥിയാ. UDF-ന്റെയും LDF-ന്റെയും കള്ളക്കളികൾ ജനം കാണുന്നുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ സ്ഥാനാർത്ഥി. രാത്രി ഏറെ വൈകിയും പ്രചാരണത്തിലാണ്. ഇനി മറ്റൊരു ഇടത്തേക്കുള്ള യാത്രയിലാണ്. രമേശ് ചേട്ടാ, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്? നല്ല ആത്മവിശ്വാസമാണ്. 2 ഘട്ടം പര്യടനം മണ്ഡലങ്ങൾ പൂർത്തിയാക്കി. ഇപ്പം മണ്ഡലം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പര്യടനം പൂർത്തിയാകുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമുണ്ട്. 4 ലക്ഷത്തിലേറെ വോട്ടുകൾ പിടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ NDA ജയിക്കും. വിജയം തന്നെയാണ്. പിന്നെ വിജയത്തിൽ കുറഞ്ഞ് ഒന്നുകൊണ്ട് തൃപ്തരല്ല, വിജയിക്കും. 2019 85,225 വോട്ടിനാണ് MK രാഘവൻ വിജയിച്ചത്. BJP 1,61,216 വോട്ടും പിടിച്ചിരുന്നു. ഇരുത്തം വന്ന 3 പേരുടെ തലയെടുപ്പുള്ള മത്സരമാണ്. നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പോര്. ഇവിടെ പ്രവചന വിദഗ്ധരുടെ സൂത്രവാക്യങ്ങളൊന്നും തൽക്കാലം വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ കാത്തിരിക്കുകയല്ലേ ജൂൺ 4 വരെ. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. എന്തായാലും മത്സരം കടുക്കുന്നു എന്ന നമ്മുടെ അല്ലേ വിധി പ്രഖ്യാപനം. കടുക്കട്ടെ കടുത്ത് അവസാനം ഒരു ക്ലൈമാക്സിലേക്ക് അത് എത്തും. മാത്രമേ പറയാൻ പറ്റൂ. അത്രത്തോളം കടുത്ത പോരാട്ടം. മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നമ്മളൊരു സത്യം പറയാൻ പോവാ. ഇപ്പോഴാണ് വോട്ടിന് വിലയുള്ളത്. കാണാം നമുക്ക് ഒരു വോട്ടിന്റെ വില. നമ്മൾ പോകുന്നത് മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്ന പ്രതിപക്ഷ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന വലിയ ചോദ്യത്തിലേക്കാണ്. വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത സംശയത്തിലായ കാലത്താണ് VVPAT സ്ലിപ്പുകൾ എണ്ണാൻ ആരംഭിച്ചത്. ഒരു മണ്ഡലത്തിലെ 2% ബൂത്തുകളിലെ സ്ലിപ്പുകളാണ് 2019 എണ്ണിയത്. മുഴുവൻ സ്ലിപ്പുകളും എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി വാദത്തിനെടുത്തതോടെ വാദപ്രതിവാദങ്ങൾ മുറുകുന്നു എന്ന വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് 2013 മുതൽ VVPAT ഉപയോഗിക്കാൻ തുടങ്ങിയത്. 2016 5% VVPAT സ്ലിപ്പുകൾ എണ്ണാനാണ് തീരുമാനിച്ചതെങ്കിലും നടപ്പായില്ല. 2017 മുതൽ ഒരു മണ്ഡലത്തിൽ ഒരു ബൂത്ത് എന്ന കണക്കിലാണ് സ്ലിപ്പുകൾ എണ്ണിയിരുന്നത്. തൃപ്തരല്ലാതിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ 2018 പൂർണ്ണമായും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. മിക്ക പാർട്ടികളും കൂടുതൽ VVPAT സ്ലിപ്പുകൾ എണ്ണാൻ ആവശ്യമുന്നയിച്ചു. കോൺഗ്രസ് 10%, ആം ആദ്മി പാർട്ടി 20% സ്ലിപ്പുകൾ എണ്ണാനാണ് ആവശ്യപ്പെട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പൂർണ്ണമായും VVPAT മെഷീനുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. 2019 20 പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഒരു മണ്ഡലത്തിലെ 2% പോളിംഗ് ബൂത്തുകളിൽ സ്ലിപ്പുകൾ എണ്ണുന്നത് നിർബന്ധമാക്കി ഉത്തരവിറങ്ങിയത്. അതനുസരിച്ച് ഒരു മണ്ഡലത്തിലെ 5 മെഷീനുകളിലെ VVPAT സ്ലിപ്പുകളാണ് എണ്ണുന്നത്. 20,687 പോളിംഗ് ബൂത്തുകളിലെ VVPAT സ്ലിപ്പുകളാണ് 2019 തെരഞ്ഞെടുപ്പിൽ എണ്ണിയത്. അതിൽ 8 എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസം കണ്ടെത്തിയത്. 8 തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് സ്വാധീനിച്ചില്ല എന്നും നിരീക്ഷിച്ചു. ഇലക്ട്രോണിക് ഫലം സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ ഫോർമുല തേടി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT കാൺപൂർ, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ വിദഗ്ധരുടെ ഉപദേശം തേടി. ഒരു മണ്ഡലത്തിൽ ഒരു പോളിംഗ് ബൂത്തിലെ VVPAT സ്ലിപ്പുകൾ എണ്ണിയാൽ മതി എന്നായിരുന്നു കിട്ടിയ ഉപദേശം. ഒരു VVPAT മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണാൻ 50 മുതൽ 60 മിനിറ്റ് വരെയാണ് എടുക്കുന്നത്. സമയനഷ്ടം മുൻനിർത്തി മുഴുവൻ VVPAT എണ്ണുന്നതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കുമ്പോൾ എത്ര സമയമെടുത്താലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ ഡെസ്ക്, 24. എന്തായാലും നല്ല വാദവും പ്രതിവാദവും നടക്കും. ഇത് വലിയ സങ്കീർണമായ പ്രശ്നമാണ്. ഒന്നിലധികം തവണ സുപ്രീം കോടതി പരിഗണിക്കുകയും ഈ EVM-ന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുള്ള ഹർജികൾ തള്ളുകയും ഒക്കെ ചെയ്ത് അത്തരം സാഹചര്യം നമ്മളുടെ മുന്നിലുണ്ട്. വീണ്ടും നിയമ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ അതിൽ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടിരിക്കുന്നു, ഈ ഭരണത്തിലുള്ള കക്ഷി ഒഴികെ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അത് അനുവദിച്ചു കൊടുത്താലും, കാരണം കാലതാമസവും ഡിലേ ഒക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് സുതാര്യമാവുക, ട്രാൻസ്പെറന്റ് ആകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് മറ്റു ചില സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ചൂടുപിടിക്കുന്നു എന്ന് നമുക്കറിയണ്ടേ. ഇനി സ്റ്റേറ്റ് സ്കാൻ.
രാജ്യത്ത് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന ഹിമാചലിലേക്കാണ് സ്കേൻ നമ്മൾ ഈ അവിടെയും കടുത്ത പോരാട്ടം തന്നെയാണ്. ഇത്തവണ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാവി തീരുമാനിക്കുമെന്ന ഒരു പ്രത്യേകത കൂടി ഇത്തവണ ഹിമാചലിൽ. ഇവിടെയാണ് വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദേവഭൂമിയിൽ കാലിടറി പോയാൽ ഉത്തരേന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം കോൺഗ്രസിന് നഷ്ടമായി എന്ന് വരും. കൂറുമാറിയവരുടെ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിലാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിന്റെ മുഴുവൻ ശ്രദ്ധയും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. രാജ്യം വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നാടാണ് ഹിമാചൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന ഇടം. ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഹിമാചലിൽ നടക്കുന്നത്. മഞ്ഞുവീഴ്ച മൂലം ഹിമാചലിലെ മാത്രം തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുകയായിരുന്നു. ഹിമാചലിലെ ഭൂപ്രകൃതിക്ക് സമാനമാണ് രാഷ്ട്രീയ കാലാവസ്ഥ. ആരെ കൊള്ളും ആരെ തള്ളും എന്നത് പ്രവചനാതീതം. സർക്കാരിനെ മാറി മാറി പരീക്ഷിക്കുന്ന ഹിമാചൽ 2022 അവസരം നൽകിയത് കോൺഗ്രസിനാണ്. കാങ്ഡ, മണ്ഡി, ഷിംല, ഹാമിർപൂർ ലോക്സഭയിലാകെ 4 സീറ്റുകളാണ് ഹിമാലയൻ മണ്ണ് വിധിയെഴുതുന്നത്. 4ഇടത്തും BJPക്ക് മേൽക്കൈയുണ്ട്. 2009 കോൺഗ്രസിന്റെ അധികായകൻ വീരഭദ്ര സിംഗാണ് ഹിമാചലിൽ നിന്ന് പാർലമെന്റിലെത്തിയ കോൺഗ്രസിന്റെ ഏക MP. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ BJP തൂത്തുവാരി. എന്നാൽ 2021 നടന്ന മണ്ഡി ഉപതെരഞ്ഞെടുപ്പിൽ വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് ജയിച്ചു കയറി. 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷത്തിലാണ് 4 മണ്ഡലങ്ങളിലെയും BJP വിജയം. 2021 രാം സ്വരൂപ് ശർമ്മയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അതേ വർഷം ജൂലൈയിൽ മരിച്ച കോൺഗ്രസിന്റെ ജനകീയ മുഖം വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് 8766 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡി മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയത്. മറ്റിടങ്ങളിൽ BJP തോൽപ്പിക്കാൻ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ കോൺഗ്രസിന് എത്രത്തോളം സാധിക്കുമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇതിനെല്ലാം അപ്പുറം നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും സ്വന്തം സ്ഥാനാർത്ഥിയെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാൻ കഴിയാഞ്ഞത് നാണക്കേടായി. തുടർന്ന് BJPക്ക് വോട്ട് ചെയ്ത 6 അംഗങ്ങളെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഹിമാചലിൽ അരങ്ങേറിയത് നാടകീയ നീക്കങ്ങൾ. കൂറുമാറിയ MLA-മാർ BJP ക്യാമ്പുകളിലേക്ക് പോയതോടെ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോഴും കരകയറിയിട്ടില്ല. മന്ത്രിസഭയിൽ നിന്ന് വീരഭദ്ര സിംഗിന്റെ മകനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗിന്റെ രാജി ആഹ്വാനം കോൺഗ്രസിന്റേത് പിളപ്പിലേക്കെന്ന് സൂചന നൽകി. വിമതരെ PCC അധ്യക്ഷ തള്ളിപ്പറയാതിരുന്നതോടെ ഹിമാചൽ കോൺഗ്രസിൽ വിഭാഗീയത പരസ്യമായി. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 6 സീറ്റും കോൺഗ്രസ് നിലനിർത്തിയില്ലെങ്കിൽ സർക്കാർ താഴെ വീഴും. 68 അംഗസംഖ്യയുള്ള ഹിമാചലിൽ 6 പേരെ അയോഗ്യരാക്കി. 3 MLA-മാർ രാജിവെച്ചു. ഇതോടെ അംഗബലം 59ആയി. കോൺഗ്രസിന്റെ അംഗസംഖ്യ 40-ൽ നിന്ന് 34ആയി കുറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷിതമായി കോൺഗ്രസിന് ഭരണം നിലനിർത്താനാകൂ. ഹാമിർപൂരിൽ അനുരാഗ് താക്കൂറും ഷിംലയിൽ സുരേഷ് കശ്യപ്പുമാണ് വീണ്ടും ജനവിധിക്കിറങ്ങുന്ന സിറ്റിംഗ് MP-മാർ. ബോളിവുഡ് താരം കങ്കണ റണൌട്ടാണ് മണ്ഡിയിൽ BJPയുടെ സ്ഥാനാർത്ഥി. കങ്കടയിൽ പുതുമുഖത്തെ ഇറക്കി മണ്ഡലം നിലനിർത്താനാണ് BJP നീക്കം. കോൺഗ്രസിൽ നിന്ന് കാലുമാറിയെത്തിയ 6 പേരാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ. 2022 കോൺഗ്രസിന് അധികാരം നൽകിയതും പ്രതിപക്ഷത്ത് BJP ഇരുത്തിയതും വിമത വോട്ടുകളാണ്. വിമതർ ഗതി നിർണ്ണയിക്കുന്ന ഹിമാചലിൽ ലോക്സഭയിലും നിയമസഭയിലും പോരാട്ടം കനക്കുമെന്ന് ഉറപ്പ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിജയ. അതായത് സ്ഥാനാർത്ഥികൾ ഇപ്പോഴത്തെ മനുഷ്യസ്നേഹം കാണുമ്പോൾ ചിരി വന്നു പോകുന്നു. നിങ്ങൾ എന്തായാലും അവരെ കുറ്റം പറയേണ്ട കാര്യം. എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് മനുഷ്യരോട് സ്നേഹമുണ്ട് അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കുറച്ച് കൂടും എന്നല്ലാതെ വലിയ പ്രശ്നമില്ല. അതുപോലെ മറ്റു ചില രേണുകൻ വളവനാട് പറയുന്നത് പേപ്പർ ബാലറ്റിലാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുന്നു. സിദ്ദിഖ് പറയുന്നത് സ്ലിപ്പുകൾ മുഴുവൻ എണ്ണാൻ കോടതി വിധി വന്നില്ലെങ്കിൽ കോടതിയുടെ വിശ്വാസ്യതയായിരിക്കും ചോദ്യം ചെയ്യപ്പെടുക. കാരണം അമേരിക്കയിൽ ദിവസങ്ങളെടുത്ത് ഇതൊക്കെ എണ്ണി തീർക്കുന്നുണ്ടല്ലോ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. റീന സതീശൻ പറയുന്നു SK ഇല്ലാത്തപ്പോ പാവം VK കിട്ടാണ് ചിലർ ഒളിയം പെയ്യുന്നത്. അങ്ങനെ അല്ലോ ഇതോ വിജയകുമാർ? അത് സ്നേഹപുരുഷനുള്ള ഒരു കെട്ടിപ്പിടുത്തമാണ്. അത് നിങ്ങൾ സംശയിക്കേണ്ട. അപ്പൊ നമ്മുടെ ഇവിടെ ആൾക്കാർ അടിവെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് പറയുമെങ്കിലും പേരിൽ മാത്രമേ ഉള്ളൂ. സ്റ്റണ്ട് ചെയ്യാനുള്ള സമയം നമുക്കില്ല അല്ലേ? അതുപോലെ സ്റ്റണ്ട് ചെയ്യാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല. ഇനി നമുക്ക് കമ്പം കൊടുക്കാം. കമ്പക്കെട്ട് തമിഴ്നാട് വഴി ഒരു യാത്രയാണ് കേട്ടോ. കച്ചത്തീവും ശ്രീലങ്കൻ തമിഴ് പ്രശ്നവും വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ
തമിഴ്നാട്ടിൽ 10 പേരുടെ ജീവനെടുത്ത ഒരു പഴയ സമരത്തിന്റെ ചരിത്രം കൂടി പ്രസക്തമാവുകയാണ്. സമരം നയിച്ചത് മറ്റാരുമല്ല, അന്ന് പ്രതിപക്ഷ നേതാവായ എം കരുണാനിധി ആയിരുന്നു. ശ്രീലങ്കയിൽ തമിഴ് വംശജർക്കെതിരെ നടക്കുന്ന കൊടും ക്രൂരതയ്ക്ക് നേരെ ഭരണകൂടം കണ്ണടയ്ക്കുന്നതെന്നായിരുന്നു സമരത്തിന് കാരണമായി പറഞ്ഞത്. അന്ന് സംസ്ഥാനം ഭരിക്കുന്നതോ സാക്ഷാൽ MG രാമചന്ദ്രൻ. കാലം കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറിമറിഞ്ഞ 1984. 1981 സെപ്റ്റംബർ മാസത്തിൽ ശ്രീലങ്കയിൽ തമിഴ് വംശജർക്ക് നേരെ സിംഹളർ രൂക്ഷമായ ആക്രമണം ആരംഭിച്ചു. നിരവധി പേർ കൊല്ലപ്പെട്ടു. തമിഴ്നാട്ടിൽ അപ്പോൾ MGR നയിക്കുന്ന AIADMK ഭരണമാണ്. എം കരുണാനിധി വിഷയത്തിൽ ഇടപെട്ടു. ചെന്നൈയിലുള്ള ശ്രീലങ്കൻ ഹൈക്കമ്മീഷന്റെ ഓഫീസിനു മുന്നിൽ കലൈഞ്ചർ കരുണാനിധി ഒരു വലിയ സത്യാഗ്രഹ സമരം നടത്തി. DMK പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി. ശ്രീലങ്കൻ തമിഴ് പ്രശ്നമാണ് തമിഴ് ജനതയുടെ വൈകാരിക വിഷയം. രാഷ്ട്രീയ ഭേദമന്യേ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതൊരു വലിയ ജനകീയ സമരമായി മാറി. MGRന് രാഷ്ട്രീയ അപകടം മണത്തു. കരുണാനിധിക്ക് കയ്യടി കിട്ടുന്നുണ്ട്. തിട്ടൂരമെത്തി. റോഡ് ഷോ നീട്ടണ്ട, കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രദേശം ഉടൻ വെടിപ്പാക്കാനാണ് നിർദ്ദേശം. 1981 സെപ്റ്റംബർ 15 കരുണാനിധിയുടെ അറസ്റ്റ് നടന്നു. അണികളുടെ ആവേശം രോഷമായി. രോഷം അണപൊട്ടി. കലൈഞ്ചറെ വിടുതല സെയ്, സിംഗളർ തുലഞ്ചുപോ, വാഴ്കെ തമിഴ്, മുദ്രാവാക്യങ്ങളും പൊട്ടിക്കരച്ചിലും തെരുവുകളെ അശാന്തമാക്കി. തമിഴ് സമരങ്ങളുടെ സ്വഭാവം അന്നും എന്നും അതിവൈകാരികമാണ്. തർക്കൊലൈ പോരാട്ടം, അതായത് ആത്മഹത്യാ സമരങ്ങളുടെ നാടാണ് തമിഴ്നാട്. ശ്രീലങ്കയിൽ യാതന അനുഭവിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമരം ചെയ്യാനെത്തിയ പ്രിയ തലൈവർക്ക് കാരാഗ്രഹം സഹിച്ചില്ല. സംസ്ഥാനത്തുടനീളം മണ്ണെണ്ണ ഒഴിച്ച് ആത്മാഹുതി സമരം അരങ്ങേറി. 10 പേർ തെരുവിൽ വെന്തുമരിച്ചു. ഗുരുതര പൊള്ളലേറ്റും സമരങ്ങളിൽ പരിക്കേറ്റും ചികിത്സ തേടിയത് 500-ലധികം പേരാണ്. 1981 സെപ്റ്റംബർ 29 15-ാം ദിവസം കലൈഞ്ചർ ജയിൽ മോചിതനായി. പക്ഷേ അപ്പോഴേക്കും 10 പേരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായി. ജയിലിൽ നിന്നിറങ്ങിയ കരുണാനിധി നേരെ പോയത് മരിച്ചവരുടെ വീടുകളിലേക്കാണ്. ശ്രീലങ്കൻ പ്രശ്നങ്ങളിൽ നിന്ന് പിന്നീട് കരുണാനിധി പിന്നോട്ടു പോയില്ല. 1983 ജൂലൈ 27 ചെന്നൈയിൽ എം കരുണാനിധി ഒരു രാഷ്ട്രീയ സമ്മേളനം വിളിച്ചുകൂട്ടി. MGR പ്രഭയിൽ ഏറെ പിന്നിലായി പോയ രാഷ്ട്രീയ ചാണക്യന്റെ തിരിച്ചുവരവെന്ന് മാധ്യമങ്ങൾ എഴുതി. പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷത്തിന്റെ നാളുകളായിരുന്നു. കരുണാനിധിയും കൂട്ടരും തമിഴ്നാടിനെ ഇളക്കിമറിച്ചു. അധികം വൈകാതെ 1984 ഒക്ടോബർ മാസത്തിൽ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, മുഖ്യമന്ത്രി MGRന്റെ ആരോഗ്യനില വഷളായി. വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിവൈകാരികമായ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാവ് കൂടിയായ MGRനെ യാത്രയാക്കാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചെന്നൈയിലെത്തി. വാർത്തയും ചിത്രങ്ങളും ജനമനസ്സിൽ പതിഞ്ഞു. തിരിച്ചു ഡൽഹിയിലെത്തിയ ഇന്ദിരാഗാന്ധി ഏതാനും ദിവസങ്ങൾക്കകം അതേ മാസം 1984 ഒക്ടോബർ 31 കൊല്ലപ്പെട്ടു. MGRനെ യാത്രയാക്കിയ ഇന്ദിര ദിവസങ്ങൾക്കകം കൊല്ലപ്പെട്ടിരിക്കുന്നു. തമിഴ് ജനതയുടെ ദുഃഖത്തിന് അങ്ങനെ കൂടി ആഴമേറി. 2 മാസങ്ങൾക്കകം രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. അതേ വർഷം 1984 ഡിസംബറിൽ സംസ്ഥാന നിയമസഭയിലേക്കും ലോക്സഭയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നു. ശ്രീലങ്കൻ തമിഴ് പ്രശ്നത്തിൽ ഇടപെട്ടതിലൂടെ 10 പേരുടെ മരണത്തിനിടയാക്കിയ സമരത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി ഉദിച്ചുയർന്നു നിന്ന എം കരുണാനിധിക്ക് പക്ഷേ ഫലം അനുകൂലമായില്ല. ഇന്ദിരാഗാന്ധി വധത്തിന്റെ സഹതാപ തരംഗവും MGRന്റെ ആരോഗ്യ പ്രശ്നങ്ങളും കരുണാനിധിക്കും ഉദയസൂര്യനും തിരിച്ചടിയായി. സംസ്ഥാനത്ത് കോൺഗ്രസ് സഖ്യത്തിൽ MGRും കേന്ദ്രത്തിൽ രാജീവ് ഗാന്ധിയും അധികാരത്തിലെത്തി. ഇലക്ഷൻ ഡെസ്ക് 24. ജികുമാർ, നമ്മൾ കനത്ത തമിഴ്നാട് രാഷ്ട്രീയമൊക്കെ പറഞ്ഞതിനിടയിൽ സജീവ് മാങ്കോടിന്റെ ഒരു യൂട്യൂബ് സന്ദേശമാണ്. കോട്ടായത് കൊണ്ടാണോ നിങ്ങൾ കോട്ടിട്ടിറങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തായാലും സത്യം പറഞ്ഞ അടിപൊളി കോട്ടാണ്, നന്നായി ഇണങ്ങുന്നുണ്ട് രണ്ടുപേർക്കും. നല്ല താങ്ക് യു. കോംപ്ലിമെന്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വട്ടാവും. രാജേന്ദ്രൻ വായന ചോദിക്കുന്നു, രാത്രി 7 മണി മുതൽ 8 മണി വരെയുള്ള 24ന്റെ സംഭവം ഒരു പൊതു രാഷ്ട്രീയ പഠന വേദിയാണ് എന്ന് പറയുന്നത്. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് വിജയകുമാർ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വിജയകുമാറിന് കീർത്തി ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് നമ്മുടെ PP ജെയിംസ് രാവിലെ പറയുന്നില്ലേ, 4 രാജ്യങ്ങൾ ഒറ്റയടി കിടക്കുന്നു പറയുന്ന പോലെ. അപ്പൊ നമുക്കിനി കാണാം തലയെടുപ്പ്.
എസ് കെ അത് മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രാജ്യസഭാംഗത്വ കാലാവധി ഇന്ന് പൂർത്തിയായി. ചരിത്രമായി അത് ഒരു വലിയ സംഭവം തന്നെയാണ്. അധികം ആരും അങ്ങനെ പറഞ്ഞും ശ്രദ്ധിച്ചും കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ അറിയാം. നീണ്ട 3 ദശാബ്ദങ്ങൾക്ക് ആ സാന്നിധ്യം സഭയിലുണ്ടായിരുന്നു. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു യുഗം അവസാനിച്ചു എന്നാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് പറഞ്ഞത്. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ലോകമറിയുന്ന എക്കണോമിസ്റ്റാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രേക്ഷകർക്ക് അറിയാം, അദ്ദേഹം പാർലമെൻറ്റിലൊക്കെ വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചു, അലങ്കാര പദങ്ങളിലൂടെ അങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല. കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കും. പ്രവൃത്തിയിലാണ് അദ്ദേഹം പലപ്പോഴും ഫോക്കസ് ചെയ്ത്. സാമ്പത്തിക പരിഷ്കാരങ്ങളിലെ സംഭാവനകൾക്ക് വളരെ പേരുകേട്ട ആളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിനൊപ്പം 9 കേന്ദ്രമന്ത്രിമാരും 53 അംഗങ്ങളും ഇന്ന് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചു. मैंने हमेशा अपनी पूरी क्षमता से अपने महान राष्ट्र की सेवा करने की कोशिश की है. पिछले 10 सालों के दौरान हमने बहुत सी सफलताएं और उपलब्धियां हासिल की हैं. 10 साल पहले के भारत से कहीं ज़्यादा मजबूत है. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകിയ നേതാവ്. വിരമിക്കുന്ന വേളയിൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: യുവാക്കൾക്കും മധ്യവർഗ വിഭാഗങ്ങൾക്കിടയിലും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ് ഇപ്പോഴും ഹീറോ എന്നും ഖാർഗെ. 1991 ധനമന്ത്രിയായി നിയമിതനാകുമ്പോൾ രാജ്യം സാമ്പത്തിക തകർച്ചയുടെ വക്കിലായിരുന്നു. എന്നാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് രൂപയുടെ മൂല്യം കുറച്ചും നികുതികൾ കുറച്ചും പൊതുമേഖലാ വ്യവസായങ്ങൾ സ്വകാര്യവൽക്കരിച്ചും വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും തുടർന്നുള്ള സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനും നേതൃത്വം നൽകി. 2004 സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിക്കുകയും പകരം മൻമോഹൻ സിംഗിനെ നിർദ്ദേശിക്കുകയും ചെയ്തു. 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളുടെ ശില്പി. 2008 ഇന്ത്യ അമേരിക്ക ആണവ കരാർ. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് 2 ടേം പ്രധാനമന്ത്രിയായ ആദ്യ നേതാവ്. അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്. 2008 ജൂലൈ 22 അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ചരിത്രമാണ്. അതേസമയം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിക്കുമ്പോൾ മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യസഭയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ, മൻസുഖ് മാണ്ഡവ്യ എന്നിവരുൾപ്പെടെ 7 കേന്ദ്രമന്ത്രിമാരും വിരമിച്ച പ്രമുഖരിൽപ്പെടുന്നു. റിസർച്ച് ഡെസ്ക് 24. വിജയകുമാർ, രോഹിണി മനോജ് ഒരു കാര്യം ചോദിക്കുന്നു. ഞാനില്ലാത്ത നേരം നോക്കി പ്രജിൻ കയറി ഒരു ചോദ്യം ചോദിച്ചോ? ആ ചോദ്യം അത് മറന്നോ? വിജയേട്ടാ, ഇനി അതിന്റെ ഉത്തരം ആര് പറയും? പ്രജിൻ തന്നെ വരണമെന്ന് ചോദിക്കുന്നു. ഈ നമ്മുടെ പ്രജിൻ ഈ ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു പൊതുവിജ്ഞാന ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നലെ ആ ഇടയ്ക്ക് സമയം ഞാൻ കൊടുത്തില്ല ചോദ്യം ചോദിക്കാൻ. അവസാനമാണ് ചോദ്യം ചോദിച്ചത്. അത് നെഹ്റുവിനെ കുറിച്ച് വിമർശനാത്മകമായ ഒരു പുസ്തകം എഴുതിയ ഒരാളെ പറ്റിയായിരുന്നു. അത് M.O. മത്തായി. അതിന്റെ ഉത്തരം M.O. മത്തായി ആണ്. നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ആ പുസ്തകം വലിയ വിവാദമായിരുന്നു. അത് പിന്നീട് ഇന്ത്യയിൽ ഇടക്കാലത്ത് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, ആ പുസ്തകത്തിൽ ഈ ജോൺ മത്തായിയെ പറ്റിയുള്ള ഒരു ചോദ്യം വന്ന സമയത്താണ് ഇങ്ങനൊരു മത്തായിയെ പറ്റിയുള്ള വിവരം പ്രജിൻ പറഞ്ഞത്. അപ്പൊ ആ ഉത്തരം M.O. മത്തായി ആണ്. ആ പുസ്തകം അതിന്റെ പേരെന്താ? ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ പ്രജിൻ സി കണ്ണൻ വരുമ്പോ ആ പുസ്തകത്തിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നെഹ്റു ഏജ് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആ ദിവസമൊക്കെ ജീവിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്തായിരുന്നു അന്ന് ഇന്ത്യയിൽ സംഭവിച്ചത്. പിന്നീട് ഒരു അവസരത്തിൽ നമുക്കത് വിശദമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല, ഇന്ദിരാവധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി കണ്ടതും കേട്ടതും. ശ്രീലങ്കയിൽ ജനിച്ച് കേരളത്തിൽ ബാല്യം ചെലവഴിച്ച് തമിഴ്നാടിന്റെ ഹൃദയം കവർന്ന ഒരു നേതാവ് ജീവിച്ച വീടുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ. നെന്മാറ മണ്ഡലത്തിലെ വടവന്നൂർ പഞ്ചായത്തിൽ ബാല്യകാലം ചെലവഴിച്ച ആ നേതാവിന്റെ പേര് MGR എന്നാണ്. MG രാമചന്ദ്രൻ വളർന്ന ആ വീട്ടിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ദ്രാവിഡ രാഷ്ട്രീയത്തെ അമ്മാനമാടിയ മലയാളിയായ MGRന്റെ വസതിയിലേക്ക്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു സംഭാവന നൽകിയ മണ്ഡലം കൂടിയാണ് ആലത്തൂർ. മലയാളിയായി ജനിച്ച് ചെറുപ്പകാലം ഇവിടെ ചെലവഴിച്ച് പിന്നീട് തമിഴ്നാടിൻ്റെ എല്ലാമായി മാറിയ സാക്ഷാൽ MGRന്റെ വീടിരിക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വടവന്നൂർ പഞ്ചായത്തിലെ ഈ വീട്ടിൽ മിക്ക ദിവസവും സന്ദർശകരുണ്ടാകും. തമിഴ് സിനിമയിലെ മുടിചൂടാമന്നനായ
തമിഴ് ജനതയുടെ പുരക്ഷിത്തലവനായ MGR ബാല്യകാലം ചെലവഴിച്ച വീടാണ്. MGR ജീവിച്ച വീട് അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. തൊട്ടടുത്തു തന്നെ ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ വിശദാംശങ്ങളോടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിവിധ കാലങ്ങളിലെ ചിത്രങ്ങളുമുണ്ട് പ്രദർശനത്തിൽ. അദ്ദേഹം ഇവിടെ നിന്നാണ് ബാല്യകാലത്ത് നാടകം നടിക്കുന്നതിന് വേണ്ടി മദ്രാസിലേക്ക് പോയത്. അവിടെ നിന്നാണ് അദ്ദേഹം ലോകമറിയപ്പെടുന്ന MGR എന്ന വലിയ രാഷ്ട്രീയ നേതാവായി വളർന്നതും അദ്ദേഹത്തിൻ്റെ ആരാധകർ തമിഴ്നാട് മൊത്തം സൃഷ്ടിക്കുന്നതിനും അടിത്തറ പാകിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് തുടക്കമിട്ട വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. വീട് പഞ്ചായത്തിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് സംരക്ഷിക്കുന്നത്. MGRന്റെ അടുത്ത അനുയായികളിൽ ഒരാൾ തന്നെയാണ് വീട് പുതുക്കി പണിയാൻ സാമ്പത്തിക സഹായം നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ ആളുകൾ ദിനംപ്രതി MGRന്റെ വീട് കാണാനെത്തും. വിജയകുമാർ, MG രാമേന്ദ്രൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡിയുമായിട്ട് ഈ തമിഴ്നാട് ചെന്നൈയിലെ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഈ ഡോക്ടേഴ്സ് ഈ ആളുകളെ കണ്ട് അമ്പരന്ന് പോയെന്നാണ് പറയുന്നത്. ലോകത്ത് ഇങ്ങനൊരു ജനക്കൂട്ടത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ അവരെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ഇന്നത്തെ സ്റ്റണ്ട് മതിയാക്കിയാലോ? ഇന്നത്തെ സ്റ്റണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ആളുകൾ നമ്മളോട് സ്റ്റണ്ട് നടന്നതിനേക്കാളും നല്ലത് നമ്മൾ ആദ്യം സ്റ്റണ്ട് അങ്ങ് അവസാനിപ്പിക്കുന്നത്. നാളെ നാളെ